ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കൊള്ളിയും ഗ്രീൻ പീസും മുട്ടയും കൂടിയിട്ട് തട്ടുകട സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കൊള്ളീനെ പല സ്ഥലങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കൊള്ളി, മരച്ചീനി, കപ്പക്കിഴങ്ങ്, അങ്ങനെയൊക്കെ പല പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇവിടെ എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് തൃശ്ശൂർ ഒല്ലൂർ ഭാഗത്താണ്. അപ്പോൾ അവിടെ നന്നായി തട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇടയ്ക്കൊക്കെ ഇപ്പം ഞാൻ വീട്ടിൽ പോകുമ്പോൾ അധികമില്ല, പക്ഷെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്കൂൾ ടൈമിലൊക്കെ ഇടയ്ക്കൊക്കെ വൈകിട്ട് അച്ഛൻ വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാനും അനിയനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിക്കും. അതിപ്പോൾ ഈ ഒരു ഡിഷ് എനിക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാവേ. കൊള്ളിക്കിഴങ്ങ് വേവിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ വിടിയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസും സവോളയും എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്തപ്പോൾ അതിൽ പ്രശ്നം വന്നതാണ് കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ സവോളയും പച്ചമുളകും കൂടിയിട്ടിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത്. ഇന്നിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് അത്യാവശ്യം നല്ല ഡ്രൈ ആയി വരുമ്പോഴാണ് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കേണ്ടത്. മുട്ടയിൽ മെയിനായിട്ട് കുരുമുളകാണ് ചേർക്കേണ്ടത്, എന്നാലാണ് നമുക്ക് ആ ഇല തുറക്കുമ്പോൾ കുരുമുളകിൻ്റെയും മുട്ടയുടെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ല് വരുള്ളൂ. അതിനൊരു പ്രത്യേക ഫീലാണ് കേട്ടോ ആ മണത്തിന്. ഇപ്പോൾ മുട്ട അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണേ. കുട്ടികളുണ്ടെങ്കിൽ ഈ കുരുമുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. ഇവിടെ മൈതിരിമോൾക്കും ദേവക്കുട്ടനൊക്കെ എരിവ് കൂടി കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എരിവൊക്കെ ഓരോ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള അളവിന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ആദ്യം അച്ഛൻ വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു എന്ന്. അപ്പോൾ അച്ഛൻ വന്ന് ആ കവർ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ഇതിന് നല്ല മണമാണ് കേട്ടോ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും സാധനം അച്ഛൻ വാങ്ങിയിട്ടുണ്ടെന്ന്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. ഞാനും എൻ്റെ അനിയനും കൂടി അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തിരുന്ന് കഴിക്കണ ഒരു ഡിഷായിരുന്നു കേട്ടത്. ഇടയ്ക്കൊക്കെ വാങ്ങിക്കുള്ളൂ, എങ്കിലും അത് നന്നായി ഇഷ്ടപ്പെട്ട് കഴിക്കണ ഒരു സാധനമായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കൊള്ളി ചേർത്തിട്ട് അതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് ചെറുതാക്കി കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ അതായിരിക്കും എളുപ്പം. പിന്നെ നമ്മൾ വലിയവർക്ക് ഇത്തിരി വലിയ കഷ്ണം കിടന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് ശരിക്ക് അടച്ച് വെക്കണം. അതായത് ഇതല്ല, ഇലയിലാക്കിയിട്ട് പൊതിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം എടുത്താൽ മതി. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇലയുടെ മണവും എല്ലാം കൂടി കിട്ടുള്ളൂ. അപ്പോൾ അത് റെഡിയായി. അതിനുശേഷം ഞങ്ങൾ ഇലയിലിട്ടിട്ട് അടച്ച് വയ്ക്കുകയാണേ. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇടാം. മുഴുവനായിട്ടത് ഇലയിലേക്ക് ചേർത്തിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മീതെ കുറച്ച് സവോള, വേവിക്കാത്ത സവോള ഇട്ടിട്ട് അടച്ച് വയ്ക്കുക. അതും കൂടിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. കിഴങ്ങിൻ്റെ കൂടെ എപ്പോഴും കട്ടൻ ചായയോ അത് വേണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. എനിക്ക് ഇഷ്ടമാണ് കിഴങ്ങും കട്ടൻ ചായയും കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട് കേട്ടോ ആ പൊതി അടച്ച് വെച്ചിട്ട്. ഇപ്പം എൻ്റെ കൂടെ ദേവക്കുട്ടനും മൈതിലിമോളും ഉണ്ട്. അത് തുറക്കുമ്പോൾ തന്നെ എനിക്ക് ആ മുന്നേ കിട്ടിയിട്ടുള്ള അതേ മണം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇലയുടെയും മുട്ടയുടെയും ആ ഒരു സവോളയുടെയും എല്ലാം കൂടിയിട്ടുള്ള ഒരു മണം. കഴിച്ച് നോക്കിയിട്ട് കുട്ടികൾക്കും ഇവിടെ ഏട്ടനും ഒക്കെ ഇഷ്ടമായി, നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നും അതിപ്പോൾ കഴിച്ചപ്പോൾ ഇഷ്ടമായി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും 1 മാസം ആയിട്ടില്ല. ഒരു 27 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയിൽ ശരിക്കും 1 സബ്സ്ക്രൈബറാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതായത് ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ട് അന്ന് രാത്രി തന്നെ നോക്കിയപ്പോൾ ഒറ്റ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കറക്റ്റ് ഒറ്റ സബ്സ്ക്രൈബറായിട്ട് തന്നെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൂടില്ലേ, എന്താണ് ഇനി വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലേ. പക്ഷേ പല വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു കൺസിസ്റ്റൻസിയിൽ വീഡിയോസ് ഇടണമെന്ന്. ഇപ്പോൾ എനിക്ക് 52 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അതായത് എൻ്റെ ഹസ്ബൻഡിനും പിന്നെ എൻ്റെ അനിയനും തന്നെ അറിയണ്ടായിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ കുറച്ച് 1-2 ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പോൾ ഇത് ആരൊക്കെ വാച്ച് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം.